ഹായ്, നെജൂസ് ഐഡിയാസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുറുക്ക് കാളനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവം തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത്ര പോകുന്നൊരു കഷ്ണം ചേനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു ക്യൂബ് സൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് വലിയ സൈസായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നല്ല വേവുന്ന ഒരു ചേനയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ഇതിന് മുന്നേ ആയിട്ട് ഞാൻ 2 നേന്ത്രക്കായ ചെറുതായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തൊലി ഞാൻ കളഞ്ഞിട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു തോരനാക്കി എടുക്കുക. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേന്ത്രക്കായ നമ്മൾ ശർക്കര ഉപ്പേരിക്കൊക്കെ മുറിക്കില്ലേ, അതേ പരുവത്തിലാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കണം. അപ്പോൾ ഈ 2 കഷ്ണങ്ങളും ഇട്ടിട്ട് അത് നികത്തിയുള്ള വെള്ളം വേണം വെക്കാൻ. അതിലേക്ക് വലിയൊരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കാം. ഞാനിത് കുക്കറിലാണ് ഇടാറ് എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരന്നൊരു പാത്രത്തിൽ വെച്ചിട്ട് വേവിക്കുന്നത്. കുക്കറിലാവുമ്പോൾ 2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിലുള്ള അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരത്തിലേക്ക് 1 പച്ചമുളകാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. 1/2 സ്പൂൺ ജീരകവും. അത് ഈ കറിയിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് പച്ചമുളകും പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചമുളകും ഒന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളം കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നാളികേരം നമ്മൾ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെക്കണം. പിന്നെ വെള്ളമൊന്നും വറ്റി കിട്ടുകയും വേണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുകയും വേണം. ഇതിലേക്ക് 1/2 കപ്പ് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കണം. നല്ല കട്ട തൈര് എടുത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് കട്ടയൊക്കെ ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ആ സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് തൈര് ഒഴിച്ച ഉടനെ തന്നെ ആ ചൂടോടെ തന്നെ നമ്മളത് മാറ്റി വെക്കുകയും വേണം സ്റ്റൗവിൽ നിന്ന്. എന്നിട്ട് നമ്മൾ വേറൊരു പാന് വെച്ചിട്ട് അതിൽ കടുക് വറുക്കാം. അത് ഇങ്ങനത്തെ കറികളിലൊക്കെ കടുകും ഉലുവ, വേപ്പില, ഉണക്കമുളക് അങ്ങനത്തെയാണ് ഈ സദ്യയുടെ കറികൾക്കൊക്കെ കൂടുതലും എടുക്കുക. ഉള്ളിയൊന്നും അധികം വറവിടാനും എടുക്കാറില്ല. പിന്നെ പറയും മൺചട്ടിയിൽ വെച്ചാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇടണ പൊടിക്കും അതൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നമ്മൾ മസാല ഒക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാ കറിക്കും ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂടോടെ നമ്മൾ മൺചട്ടിയിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ കുറേ കഴിഞ്ഞിട്ടല്ലേ പിന്നെ എടുക്കുള്ളൂ. ആ സമയമാകുമ്പോഴത്തേന് പാത്രപാകം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതൊക്കെ വന്നിട്ട് ആ മണ്ണിൻ്റെ ഒരു മണമൊക്കെ വരും. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കറി ആവുകയും ചെയ്യും. കുറേ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു കറി ആവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, അത് പൊട്ടി വരുമ്പോൾ 1 തണ്ട് വേപ്പിലയും 1 ഉണക്കമുളകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കണം. ഒഴിച്ച ഉടനെ തന്നെ പാൻ അടച്ചു വെക്കുകയും വേണം. എന്നാലാണ് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഫുള്ള് അതിൽ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.